ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും സ്കൂളിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അല്ലെ, വെക്കേഷനൊക്കെ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ആ ഒരു 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും സ്കൂളിലോട്ട് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എല്ലാം പുതുതായിട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും, പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും, പുതിയ ക്ലാസ് റൂം ആയിരിക്കും, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സ് കിട്ടും. അപ്പോൾ ഈ പുതുതായിട്ടുള്ള എല്ലാ കാര്യത്തിനെയും വളരെ ഹാപ്പി ആയിട്ട് തന്നെ മക്കളെല്ലാവരും സ്വീകരിക്കുക. കാരണം ഈ ഒരു സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിൽ പോകുന്നത് കൊണ്ട് പഠനം മാത്രമല്ല, ഇതുകൂടാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളോട്ട് കിട്ടും. ഓക്കെ, അതൊന്നും ഇപ്പം നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കില്ല. പക്ഷേ നിങ്ങളിങ്ങനെ ഓരോ ക്ലാസ്സിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും ആ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ വളരെ ഹാപ്പി ആയിട്ട് തന്നെ മക്കളെല്ലാവരും സ്കൂളിലോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും വളരെ ഹാപ്പി ആയിട്ട് തന്നെ സ്വീകരിക്കാം. ഇനി നമ്മുടെ ജൂൺ 2 മുതൽ അതുകൂടാതെ ജൂൺ 2 മുതൽ ജൂൺ 16 വരെ നമ്മൾ സ്കൂൾസിൽ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും മക്കൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ദിവസത്തിലുള്ള ക്ലാസ്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കാണുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു അവയർനെസ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, ആ ക്ലാസ്സസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്, കറക്റ്റായിട്ട് കാണാം. അതിലൂടെ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പുതിയൊരു ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു തുടങ്ങാം. കാരണം ഇത് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ്, നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യേണ്ട ക്ലാസ്സസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ മുതൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ക്ലാസ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ ടോപ്പിക്സും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഫുൾ A+ വാങ്ങുന്നു, +1 +2 എത്തിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങുന്നു, നല്ല പെർസെൻറ്റേജ് വാങ്ങുന്നു അല്ല. അപ്പോൾ ഈ ഒരു പഠന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനായി കഴിഞ്ഞാലും നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് ഗിഫ്റ്റാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യം മുതൽ തന്നെ കോൺസെപ്റ്റ് ഒക്കെ എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പഠിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഓരോ സബ്ജക്റ്റും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ബുദ്ധിമുട്ടുള്ളത്, ആ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് വലിയ ക്ലാസ്സസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എക്സാം വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് മാത്സ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ മാത്സിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ പേടിക്കുന്ന സബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാലും മക്കൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നല്ല മഴക്കാലമാണ്, രോഗങ്ങളുടെ ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കുടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം സ്കൂളിലോട്ട് പോകാൻ. പിന്നെ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ലൈക്ക് സ്കൂളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അന്ന് നടന്നിട്ടുള്ള വിശേഷം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരിക്കും, സ്കൂളിൽ നടന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പാരൻസുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്നും നിങ്ങളിങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. വളരെ ഓപ്പൺ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ എല്ലാം നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് നടക്കട്ടെ. അതുകൂടാതെ തന്നെ ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയാവട്ടെ എന്നുള്ളത് വിഷ് ചെയ്യാണ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. പിന്നെ പഠനം മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, കായികമേളൊക്കെ ഉണ്ടായിരിക്കും. അതിലൊക്കെ ഒരു മടിയും കൂടാതെ മക്കൾ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു മടിയും കാര്യങ്ങളൊക്കെ പോവുക, ഓരോ ചലഞ്ചസും ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല മക്കളായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം.